വ്യാപാരി വ്യവസായ ഏകോപന സമിതി എടവണ്ണപ്പാറ യൂണിറ്റ് ദ്വൈവാർഷിക ജനറൽ ബോഡിയും പുതിയ ഭാരവാഹി തിരഞ്ഞെടുപ്പും MLA TP അഷ്റഫ് അലിക്കുള്ള സ്വീകരണവും ഉന്നത വിജയം നേടിയ വ്യാപാരികളുടെ മക്കളെ ആദരിക്കൽ ചടങ്ങും നാളെ നടക്കുമെന്ന് KVVS ഭാരവാഹികൾ എടവണ്ണപ്പാറ പ്രസ് ക്ലബ്ബിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പൊതുയോഗത്തോടനുബന്ധിച്ച് നാളെ വൈകിട്ട് എടവണ്ണപ്പാറയിലെ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിടും. നാളെ വൈകിട്ട് 7 മണിക്ക് എടവണ്ണപ്പാറ കൊണ്ടോട്ടി റോഡിലുള്ള പാർക്കോൺ ഓഡിറ്റോറിയത്തിലാണ് ജനറൽ ബോഡി യോഗം ചേരുന്നത്. ചടങ്ങിൽ വെച്ച് TP അഷ്റഫ് അലി MLAക്ക് സ്വീകരണം നൽകും. സംസ്ഥാനത്ത് തന്നെ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ എടവണ്ണപ്പാറയിൽ നടന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി എടവണ്ണപ്പാറ യൂണിറ്റ് ദ്വൈവാർഷിക ജനറൽ ബോഡിയും നമ്മുടെ മണ്ഡലത്തിലെ MLAയുമായ TP അഷ്റഫ് അലിക്കുള്ള സ്വീകരണവും നാളെ വൈകുന്നേരം, അതായത് 9-ാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം 7 മണിക്ക് എടവണ്ണപ്പാറ കൊണ്ടോട്ടി റോഡിലുള്ള പാർക്കോൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് ചേരുകയാണ്. നാളെ വൈകുന്നേരം 7 മണിയോടുകൂടി നമ്മുടെ വാർഷിക ജനറൽ ബോഡിയുടെ രജിസ്ട്രേഷൻ നടപടികൾക്ക് തുടക്കമാവും. എടവണ്ണപ്പാറ വ്യാപാരികളുടെ മക്കളിൽ നിന്ന് ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ നാളെ ആ ചടങ്ങിൽ വെച്ച് അനുമോദിക്കും. അതുപോലെ തന്നെ മുതിർന്ന വ്യാപാരികളെയും അതേ ചടങ്ങിൽ വെച്ച് തന്നെ ആദരിക്കും. നാളെ വൈകുന്നേരം 7 മണി മുതൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതി എടവണ്ണപ്പാറ യൂണിറ്റിൻ്റെ സംഘടനയ്ക്ക് കീഴിലുള്ള മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളും ഈ പരിപാടി അവസാനിക്കുന്നത് വരെ അടഞ്ഞുകിടക്കും എന്നുള്ളത് പൊതു സമൂഹത്തോടു കൂടിയും ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവരും സഹകരിക്കണം എന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. ഈ 2 വർഷത്തെ യാത്രയിൽ ഏതാണ്ട് 353 മെമ്പർമാരിൽ നിന്ന് ഞങ്ങൾ ഇന്ന് 610 രജിസ്റ്റർ ചെയ്തു. ബാക്കി ഒരു 100 ചില്ലാനം ആൾക്കാർ ഇനിയും രജിസ്ട്രേഷന് അപ്ഡേഷൻ കൊടുക്കാനിരിക്കുകയാണ്. ഏതാണ്ട് 700ഓളം മെമ്പർമാർ ഞങ്ങൾക്ക് ഇതിൽ ആക്കാൻ കഴിഞ്ഞു. അതുപോലെ ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ ഒരു ടീമായിട്ട് ആണ് ഞങ്ങൾ ഈ പ്രവർത്തനം ഇവിടെ കാഴ്ചവെച്ചത്. എല്ലാവർക്കും ഇതിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കും സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്കും അതുപോലെ പ്രസിഡൻറ്റിനും സെക്രട്ടറിക്കും ട്രഷറർക്കും എല്ലാവർക്കും തുല്യ അവകാശമാണ് ആ വിഷയത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. സംസ്ഥാന തലത്തിൽ ഒരു യൂണിറ്റ് മാത്രമായി നടപ്പിലാക്കിയ മാതൃകാപരമായ വ്യാപാരി ക്ഷേമ പെൻഷൻ പദ്ധതി വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഭരണസമിതിക്ക് സാധിച്ചു. സംഘടനയുടെ അംഗസംഖ്യ 371 നിന്നും 670 ഉയർത്താനും ജില്ലാ കമ്മിറ്റിയുടെ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ യൂണിറ്റിൽ നിന്നും 100 കണക്കിന് അംഗങ്ങളെ ചേർക്കാനും സാധിച്ചിട്ടുണ്ട്. ഭരണസമിതി അംഗങ്ങളുടെ കൂട്ടായ്മയും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനവുമാണ് മലപ്പുറം ജില്ലയിൽ തന്നെ മികച്ച യൂണിറ്റായി എടവണ്ണപ്പാറയെ മാറ്റാൻ സഹായിച്ചതെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. എടവണ്ണപ്പാറ പ്രസ് ക്ലബ്ബിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് കൈരളി ബിച്ചാപ്പു, ജനറൽ സെക്രട്ടറി നൌഷാദ് വട്ടപ്പാറ, ട്രഷറർ KVM കുഞ്ഞ്, കോർഡിനേറ്റർ മുൻഷാദ് നവീന, വനിതാ വിംഗ് പ്രസിഡന്റ് സൗജത്ത് റഹ്മാൻ, വനിതാ വിംഗ് സെക്രട്ടറി സുനിത SK എന്നിവർ പങ്കെടുത്തു. യൂണിറ്റ് ഉന്നതാധികാര സമിതി അംഗം അപ്പുട്ടി മാസ്റ്റർ, സീനിയർ വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് ന്യൂവെ, സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി ശശിരാജ് പനയങ്ങാട്, ക്ഷേമ വിഭാഗം ചെയർമാൻ മുസ്തഫ സമാൻ, സെക്രട്ടറി അൻവർ ഷിപ്പാൽ, ജില്ലാ കൗൺസിൽ അംഗങ്ങളായ അഷ്റഫ് ഹുദ, ജലീൽ കാലടി എന്നിവരും പങ്കെടുത്തു. ന്യൂസ് 10 എടവണ്ണപ്പാറ. വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.